ഒരു നവവംശീയവാദത്തിലേക്ക് നീങ്ങുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത്രയും മതം കലർന്നതോടെയാണ് ഭൂമിയിലെ സ്വർഗം ഭൂമിയിലെ നരകമായി മാറുന്നത്. ഇത് സ്കാൻഡിനേവിയയിലെ മാത്രം പ്രശ്നമല്ല, യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിലും ഓസ്ട്രേലിയയില് ന്യൂസിലാൻഡിലും ഒക്കെ ഇത്തരം വംശീയവാദ സംഘടനകൾ വേരുപിടിക്കുകയാണ്. കഴിഞ്ഞ വർഷമുണ്ടായ ന്യൂസിലാൻഡ് വെടിവെപ്പ് നമുക്കറിയാം. ജർമ്മനിയില് ആൾട്ടർനേറ്റീവ് ഓഫ് ജർമ്മനി, സ്പെയിനില് വോക്സ്, ഇവിടെയൊക്കെ കുടിയേറ്റ വിരുദ്ധത ഉയർത്തുന്ന സംഘടനകളാണ്. ഇവരൊക്കെ അവിടെ വളർന്നു വന്നു. അതേ വഴിയിൽ തന്നെയല്ലേ ഇപ്പൊ സ്വീഡന് നിൽക്കുന്നത്. അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് സ്വീഡൻ അങ്ങനെ തീരുമാനമെടുക്കേണ്ടി വരുന്നത്. ഒരു വെള്ളിയാഴ്ച സ്വീഡനിലെ മാൽമോ എന്ന പട്ടണത്തിൽ ഒരു കലാപം ഉണ്ടാകുന്നു. ഏറെ വൈകാതെ ലോകത്തുള്ള സകലമാന മാധ്യമങ്ങളും ഈ വാർത്ത കൊണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു. 300ഓളം ആളുകൾ തെരുവിൽ സംഘടിച്ച് പോലീസിനെതിരെയും തീവ്ര വലതുപക്ഷക്കാർക്കെതിരെയും പ്രതിഷേധം നടത്തി. ഇത് പിന്നീട് അക്രമാസക്തമായി. അക്രമം നടത്തിയ ആളുകൾ പോലീസിനെതിരെ കല്ലുകൾ എറിഞ്ഞു, ടയറുകൾ റോഡിൽ കൂട്ടിയിട്ട് കത്തിച്ചു. AFP പുറത്തുവിട്ട വാർത്തയാണ് ഇതൊക്കെ. അതായത് ഞങ്ങൾക്കിവിടെ ജീവിക്കണം. ആരാണ്? സിറിയയിൽ നിന്ന് വന്ന അഭയാർത്ഥികളുടെ ആവശ്യമാണ്. നിങ്ങളിവിടെ ജീവിക്കുക തന്നെ ആയിരുന്നില്ലേ? അല്ല, ഞങ്ങൾക്കും